ആഗോള അയ്യപ്പ സംഗമത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്കിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി ഇന്ന് യോഗം ചേരും. അയ്യപ്പ സംഗമം സംബന്ധിച്ച ചർച്ചകൾ നടക്കും. പൊതുജനങ്ങൾക്ക് ഉപാധികളോടെ മാത്രമാകും പ്രവേശനം. 500 വിദേശ പ്രതിനിധികൾക്കും ക്ഷണമുണ്ടാകും. തെരഞ്ഞെടുത്ത ഭക്തർക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഔദ്യോഗിക ക്ഷണക്കത്ത് നൽകി തുടങ്ങി. അയ്യപ്പ സംഗമത്തിൽ NSSഉം പങ്കെടുക്കും. ഒരു പ്രതിനിധി അയക്കാൻ തീരുമാനമായി. ഗോകുൽനാഥും അഖിലും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോകുൽ, ഗുഡ് മോർണിംഗ് ഗോകുൽ. ഗുഡ് മോർണിംഗ് അഖിൽ. ഇതിൽ ആരെങ്കിലുമൊക്കെ നുഴഞ്ഞു കയറി പ്രശ്നം ഉണ്ടാക്കരുത് എന്ന നിലപാടിലാണ് സർക്കാരുള്ളത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു മാത്രമാണ് ആഗോള സംഗമത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുള്ള ഭക്തരെ ക്ഷണിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കർശന വ്യവസ്ഥകളാണ് വെച്ചിരിക്കുന്നത്. ഭക്തരാണ് എന്നുള്ളതിൻ്റെ മിനിമം തെളിവെങ്കിലും ഹാജരാക്കണം. അതിന്റെ ഭാഗമായി 3 വർഷത്തിനിടെ 2 തവണയെങ്കിലും ശബരിമല സന്ദർശനമൊക്കെ നടത്തിയിരിക്കണം എന്നാണ് പറയുന്നത്. ബിന്ദുമണിയെ പോലെയുള്ളവരൊക്കെ ഭക്തസംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് സർക്കാർ വളരെ സൂക്ഷിച്ചാണല്ലേ കൈകാര്യം ചെയ്യുന്നത് ദേവസ്വം ബോർഡ്. ഗോകുൽ, തീർച്ചയായും ഈ വിഷയത്തിൽ കൂടുതൽ ഈ ശ്രദ്ധയോടുകൂടി തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. അതേപോലെ തന്നെ സർക്കാരും കൂടുതൽ ശ്രദ്ധയോടുകൂടി തന്നെ മുൻപോട്ട് പോകുന്നു. കാരണം കഴിഞ്ഞ ദിവസം തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് ഇത് മറ്റൊരു യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ ശബരിമല പ്രക്ഷോഭം അത് വലിയ പ്രക്ഷോഭമായിരുന്നു. അത്തരത്തിൽ തന്നെ കാര്യങ്ങൾ നീങ്ങും തുടങ്ങിയ ചില കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങാതിരിക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇപ്പോൾ ആരെയൊക്കെ പങ്കെടുപ്പിക്കണം തുടങ്ങിയ ഒരു കരട് നിലവിലായിട്ടുണ്ട്. ആ കരടുമായി ബന്ധപ്പെട്ടുള്ള രേഖകളാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. എന്തായാലും പ്രവേശന വ്യവസ്ഥകളോടെ മാത്രമാണ് പൊതുജനങ്ങൾക്കുള്ളതെന്നുള്ളതാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പങ്കെടുക്കുന്നവർക്ക് 2 വർഷത്തിൽ കുറഞ്ഞത് 3 വർഷത്തിനിടയ്ക്ക് 2 പ്രാവശ്യമെങ്കിലും ശബരിമല ദർശനം നടത്തിയവരായിരിക്കണം എന്നുള്ള ഒരു പ്രധാന ഉപാധി മുൻപിലേക്ക് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ, സിനിമാ താരങ്ങൾ അടക്കമുള്ളവരുണ്ട്. യേശുദാസ്, മോഹൻലാൽ തുടങ്ങിയ ആളുകളെയും PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരിട്ട് തന്നെ ക്ഷണിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ ശബരിമല വെർച്വൽ ക്യൂ ആപ്ലിക്കേഷൻ വഴി രജിസ്റ്റർ ചെയ്തവരെ മാത്രമാണ് പ്രവേശിപ്പിക്കുക. അതേപോലെ 500 വിദേശ പ്രതിനിധികളെ കൂടെ പങ്കെടുപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ വിദേശ പ്രതിനിധികളാണ് ഇത്തരത്തിൽ ആഗോള അയ്യപ്പ സംഗമം വേണമെന്നുള്ളത് മലേഷ്യയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരാണ് ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അടുത്ത മാസം 20-ാം തീയതി പമ്പാ തീരത്ത് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ 500ഓളം വിദേശ പ്രതിനിധികളെയാണ് ഇപ്പോൾ നിലവിൽ പങ്കെടുപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഇന്ന് ഇത്തരത്തിലൊരു യോഗം ചേരുകയാണ്. യോഗത്തിൽ കരടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഉണ്ടാകും. കൂടുതൽ യോഗങ്ങൾ ചർച്ച ചെയ്ത ശേഷമായിരിക്കാം തീരുമാനമുണ്ടാകുക. എന്തായാലും ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും പാർട്ടികൾക്കും ഒക്കെ ഉണ്ടാകുന്ന പ്രവേശനം, ആ പ്രവേശനം സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ആരെയൊക്കെ വിഷയത്തിൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രവേശിപ്പിക്കും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേവസ്വം ബോർഡിന്റെ കൂടി മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സൂക്ഷിച്ച കാര്യം കൈകാര്യം ചെയ്യാനുള്ളൂ. ഒരിക്കൽ പൊള്ളിയതാണ്, ഇനി പൊള്ളാനില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ്.